ഡൽഹി ബിജെപിയുടെ കൈക്കുമ്പിളിൽ വെച്ച് കൊടുത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമാണെന്ന് കെ ടി ജലീൽ MLA. ഒരു പതിറ്റാണ്ടിലധികം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയത് കേവലം ഒരു സീറ്റിൽ മാത്രം. ഡൽഹി ബിജെപിയുടെ കൈക്കുമ്പിളിൽ വെച്ച് കൊടുത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമാണ്, കെ ടി ജലീൽ MLA ഫേസ്ബുക്കിൽ കുറിച്ചു. പോൾ ചെയ്ത വോട്ടിൽ പകുതി വോട്ട് ബിജെപി ഭരിക്കുന്നിടത്തും അവർക്ക് കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ നിരയിലെ അനൈക്യം കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലിരിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും യാഥാർത്ഥ്യം ബോധമായിട്ടില്ല. എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് ഊറ്റം കൊണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു കാലത്ത് ആനയായിരുന്ന കോൺഗ്രസ് ഇന്ന് കേവലം ഒരു ചാവാലിപ്പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. CPM-ഉം CPI-യും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. CPM 2 സീറ്റിലും CPI 5 സീറ്റിലുമാണ് മത്സരിച്ചതെങ്കിൽ പോലും സ്വന്തം ദൗർലഭ്യം മാലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായി പോയി ഇരു പാർട്ടികളുടേതുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം അതാണ് തെളിയിക്കുന്നത്. 1977 തോറ്റ ഇന്ദിരാഗാന്ധി പൂർവോപരി ശക്തിയോടെ തിരിച്ചു വന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും തിരിച്ചുവരും. കുറഞ്ഞ ചെലവിൽ ഡൽഹി ഭരിച്ച മനുഷ്യരെയാണ് അവർ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും സൗജന്യമായി ഉറപ്പുവരുത്തിയ സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരുണം വലിച്ചെറിഞ്ഞത്. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരുപോലെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കോൺഗ്രസ് പ്രചാരണ റാലികളിൽ പ്രസംഗിച്ചത്. കേന്ദ്ര സർക്കാരിന് കേജ്രിവാളിനെയും സിസോദിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള വടി നൽകിയതും കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പരാതിയുടെ മേലിലായിരുന്നു EDയുടെ അന്വേഷണവും അറസ്റ്റും. ഗൃഹനാഥൻ തന്നെ കുടുംബാംഗങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന പണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് ചെയ്തത്. അതിനെ കൊടും ചതി എന്നല്ലാതെ മറ്റെന്താണ് പറയുക? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായി തോന്നുക എന്നത് സ്വാഭാവികം. ആ തോന്നലാണ് പലപ്പോഴും ജനങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക. ഡൽഹി ജനത അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് കാണിച്ച നന്ദികേടിന് തീർച്ചയായും മനമൊരുകി പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു.